ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി വെക്കാം. കുറച്ച് ചാറൊക്കെ ഉള്ള ടൈപ്പ് ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റോടുകൂടി നമുക്ക് ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 വലിയ സവാള, ഒരു കുടം വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും ചോപ്പറിൽ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ശകലം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പം 3 ഏലയ്ക്ക ഒന്ന് തൊലി പൊളിച്ചതാണ്, 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളിട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിറച്ചും അങ്ങ് എടുക്കരുത് കേട്ടോ. അതുപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. എൻ്റെ പച്ച സ്മെല്ല് മാറി വരുമ്പം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. 2 വലിയ തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഉപ്പിട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിന് നമുക്ക് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരാനായിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇവിടെ തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചിക്കൻ കറിക്ക് നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കന് ഇട്ട് കൊടുത്ത് കഴിയുമ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുവേ, അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തിളച്ച് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചെടുക്കാം. ചിക്കൻ പകുതി മുക്കാലും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് ഞാൻ അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നീര് കുറവുള്ള നാരങ്ങയാണെങ്കിൽ 1 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അടച്ച് വെച്ച് 5 മിനിറ്റും കൂടി ഇതിനൊന്ന് വേവിച്ചെടുക്കുക. ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നല്ലതായിട്ട് ഇളക്കിയെടുത്ത് തീ ഓഫ് ചെയ്ത് 1 മണിക്കൂർ അത് അടച്ച് വെച്ച് ഉപയോഗിക്കുവാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.